ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലും ഇതുപോലെ പൊരിച്ച പത്തിരി റെഡിയാക്കിയെടുക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിപ്പോൾ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് പൊടിയാണ് എടുക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം കൂടി പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പത്തിരിക്കുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ 1 കപ്പ് അരിപ്പൊടിയിൽ 2 സ്പൂണ് മൈദപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മൊത്തത്തിൽ നമ്മൾ 1 കപ്പാണ്, 2 സ്പൂണ് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെള്ളം തിളച്ചിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2-3-4 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം, നമ്മൾ സാധാ പത്തിരിക്ക് വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പത്തിരിക്ക് വേണ്ടിയിട്ട് നമുക്കിതുപോലെ കുറച്ച് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടി എടുത്തതിനനുസരിച്ചിട്ട് നമ്മൾ തേങ്ങ എടുക്കുക, അതിനൊരു പ്രത്യേക അളവൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയുള്ളി ചെറിയ ജീരകവും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നല്ലതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കണ്ട, അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ പൊടി ഇതുപോലെ ഒരു തട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1 സ്പൂണ് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നെയ്യ് തടവിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം, കയ്യിൽ ഒട്ടി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നെയ്യിന് പകരം നമുക്ക് എണ്ണ വേണമെങ്കിലും എടുക്കാം, ഞാനിപ്പോൾ നെയ്യ് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം. കൂടുതലായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ ഒന്ന് നമ്മുടെ തേങ്ങയും നമ്മളെ പൊടിയും കൂടെ നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആ തേങ്ങ ചേർത്ത് കൊടുത്ത സമയത്ത് നമ്മൾ എള്ളും കൂടെ ചേർത്ത് കൊടുക്കേണ്ടിയിരുന്നു, ഞാനത് വിട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾ എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ തേങ്ങ ചേർത്ത് കൊടുത്ത സമയത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. നമ്മളിപ്പോൾ ഇതൊന്ന് 2-3-4 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതുപോലെ അങ്ങ് പരത്തിയെടുക്കുകയാണ്. നമ്മൾ പത്തിരിക്കോല് വെച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ റൗണ്ട് ഷേപ്പൊന്നും നിങ്ങൾ നോക്കണ്ട, അതുപോലെ അങ്ങ് പരത്തിയെടുത്തിട്ട് ഇനി നമ്മൾ ഒരടപ്പ് വെച്ചിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ റൗണ്ട് ഷേപ്പ് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരത്തിയെടുത്തിന്ന് 4 നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും തിക്നെസ്സിലാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കട്ടിയില്ലാതെ പരത്തിയെടുക്കരുത്, കാരണം നമ്മുടെ പൊരിച്ച പത്തിരി കുറച്ച് കട്ടിയിൽ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് വീണ്ടും കുഴച്ചിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 1 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് നമുക്ക് 12 പത്തിരിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം.
എണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഒക്കെ എടുക്കാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഇനി നമുക്കിത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു മീഡിയത്തിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതങ്ങനെ കൂടുതൽ എണ്ണ പിടിക്കൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരി തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് 2-3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പത്തിരി മുഴുവനായിട്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ഇവിടെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ പത്തിരിയും കൂടെ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതുപോലെ നമ്മുടെ പത്തിരി ഒന്ന് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. Thank you for watching.